ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ. നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രതികൂലം വന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്താ പറയുന്നത്, ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാലും മുറുകെ പിടിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം പ്രാർത്ഥനയാണ് കേട്ടോ. എത്ര സങ്കടം വന്നോട്ടെ, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ കൂടിയും നമ്മുടെ എന്ത് പ്രതിസന്ധി ആയാലും എന്ത് പ്രയാസമായാലും ആ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും നഷ്ടം തരത്തില്ല കേട്ടോ. ജീവിതത്തിൽ ലാഭമേ തരൂ. കാരണം വെച്ചാൽ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഉച്ച മുതൽ എൻ്റെ മനസ്സിന് അങ്ങ് ഭയങ്കര ഒരു സങ്കടമാണോ എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിനെ വല്ലാണ്ടൊരു എനിക്ക് എന്തൊക്കെയോ അങ്ങ് തോന്നുവാൻ മെൻ്റലി ഭയങ്കരമായിട്ട് അങ്ങ് ഡിസ്റ്റർബ് ആവുമായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചത് എന്താ എന്നെ ഇങ്ങനെ എൻ്റെ മനസ്സ് വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിച്ച് എളുപ്പം ഞാൻ എഴുന്നേറ്റ് ബൈബിളെടുത്ത് ഒരു സങ്കീർത്തനം വായിച്ച് ഞാനൊരു 10 മിനിറ്റ് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് എൻ്റെ കൂട്ടുകാരോട് പറയട്ടെ, എൻ്റെ മനസ്സ് എത്ര റിലാക്സ് ആയെന്ന് പറഞ്ഞാൽ അത്ര റിലാക്സ്. എന്താ പറയുക, എനിക്കിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ആവാറുണ്ട്. മനസ്സിന് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ആവാറുണ്ട്. ചെറിയൊരു വിഷയത്തിന് ഞാൻ എളുപ്പം എനിക്ക് കരച്ചിൽ വരുന്നു, എനിക്ക് അങ്ങനത്തെ ഉള്ള പ്രയാസങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവുക. അപ്പോൾ ഞാനാണെങ്കിൽ എഴുന്നേറ്റ് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ മനസ്സിന് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സങ്കടങ്ങളോ ഒരു മനസ്സിനെ ഒരു ഭയങ്കരമായിട്ട് ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ആ നിമിഷം എഴുന്നേറ്റ് കുറേ നേരം ദൈവത്തോട് അങ്ങ് സംസാരിക്കണം. ദൈവത്തോട് സംസാരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തോട് നമ്മളിങ്ങനെ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിച്ചാൽ മതി. അല്ലാതെ ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കണ്ണടച്ചിരുന്ന ദൈവത്തോട് നമ്മളിങ്ങനെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിനോട് നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യും അതുപോലെ അങ്ങ് ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്ത് നമ്മൾ വർത്തമാനം പറയാമെങ്കിലുണ്ടല്ലോ നമ്മുടെ മനസ്സിന് എത്ര റിലാക്സ് ആവുമെന്ന് അറിയാം. അത് ഇന്ന് ഞാനത് ഫീൽ ചെയ്ത് ഇന്നത് ഞാൻ അനുഭവിച്ചു. അത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയാറില്ല, എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത് എനിക്ക് പ്രാർത്ഥനയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മളെ ആരൊക്കെ കൈവിട്ടാലും നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നമ്മളെ വെറുത്താലും നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരാൾ ദൈവം ഒരാളേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ വെറുക്കാൻ സാധ്യതകളുണ്ടെന്നേ. ഇന്ന ആളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബൈബിൾ പറയുന്നുണ്ട്, പെറ്റമ്മ മറന്നാൽ ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള വാക്യമാണത്. കാരണം വെച്ചാൽ ചില സന്ദർഭങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഞാനിങ്ങനെ ദൈവത്തെ മുറുകെ പിടിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിനൊരു അല്പം സമാധാനം ഉണ്ടാവുക. ആ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞാൻ പിടിച്ച് മുന്നോട്ട് പോകാറുള്ളത്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു ഉറപ്പുണ്ടാവണം, എൻ്റെ ദൈവം എൻ്റെ കൂടുണ്ട്, ഞാൻ എന്ത് പ്രതിസന്ധിയും നേരിടും, അതിലെനിക്ക് ജയം കാണാൻ പറ്റും, ദൈവത്തിലൂടെ എനിക്കെല്ലാം സാധിക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി മുന്നോട്ട് ജീവിക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ വന്നാലും വിഷമങ്ങൾ വന്നാലും പതറിപ്പോകാതെ പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് ആശ്രയിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ, സീ യു.